വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കെത്തിയ 5 വയസ്സുകാരന് മരുന്ന് മാറി നൽകിയതായി പരാതി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഗുരുതര ചികിത്സാ പിഴവ് സംഭവിച്ചതായി ആക്ഷേപം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർ നേരിടുന്ന ദുരനുഭവങ്ങൾ സംബന്ധിച്ച പരാതിയിൽ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഗുരുവായൂർ KSRTC ബസ് സ്റ്റാൻഡ് നവീകരണ പ്രവർത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. ഗുരുവായൂരിൽ ബഹുനില ഡോർമിറ്ററി ശുചിമുറി മന്ദിരം ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഭക്തർക്ക് തുറന്നു നൽകിയില്ല. വിശ്രമിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനും നിർവാഹമില്ലാതെ ഭക്തർ നട്ടം തിരിയുമ്പോഴാണ് ദേവസ്വത്തിന്റെ അനാസ്ഥ. പുത്തൂർ തുളിയാംകുന്ന് നേന്ത്രവാഴ കർഷകനോട് KSEBയുടെ ക്രൂരത. വെളിയത്തുപറമ്പിൽ ഷൈജന്റെ 6 മാസം പ്രായമായ നേന്ത്രവാഴകളുടെ തണ്ടുകൾ വെട്ടിമാറ്റി. പാലപ്പള്ളി ജനവാസ മേഖലയിൽ പുലിയെ നിരീക്ഷിക്കാൻ വനംവകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. പുലിയിറങ്ങി പശുക്കുട്ടികളെ പിടികൂടിയ പ്രദേശത്താണ് അധികൃതർ ക്യാമറകൾ സ്ഥാപിച്ചത്. 15 വയസ്സുകാരിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗികമായി പീഡിപ്പിച്ച 19കാരന് ജീവപര്യന്തം തടവും 4,75,000 രൂപ പിഴയും ശിക്ഷ. മുല്ലശ്ശേരി സ്വദേശി അതുലിനെയാണ് ചാവക്കാട് അതിവേഗ പ്രത്യേക പോക്സോ കോടതി ശിക്ഷിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കെത്തിയ 5 വയസ്സുകാരന് മരുന്ന് മാറി നൽകിയതായി പരാതി. മുണ്ടിനീരിന് ചികിത്സ തേടിയ കുട്ടിക്ക് നൽകിയത് പ്രഷറിന്റെ ഗുളിക. വരന്തരപ്പള്ളി കലവറക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയ പാലപ്പള്ളി കാരിക്കുളം കുളത്തിലെ വളപ്പിൽ കബീറിന്റെ മകന് ഡോക്ടറുടെ കുറിപ്പോടെ വാങ്ങിയ മരുന്ന് ഫാർമസി ജീവനക്കാർ മാറി നൽകി എന്നാണ് പരാതി. മെയ് 3-നാണ് കബീർ മകനുമൊത്ത് ആരോഗ്യ കേന്ദ്രത്തിലെത്തിയത്. ഡോക്ടർ കുറിപ്പിൽ എഴുതിയത് കുട്ടികൾക്കുള്ള വേദനയുടെ മരുന്നായിരുന്നു. എന്നാൽ ഫാർമസിയിൽ നിന്ന് നൽകിയത് മുതിർന്നവർക്കുള്ള ശക്തി കൂടിയ പ്രഷറിന്റെ മരുന്നായിരുന്നു. 3 ദിവസം മരുന്ന് കഴിച്ച കുട്ടിക്ക് ഛർദിയും ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 3 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് കുട്ടിക്ക് ആരോഗ്യം വീണ്ടുകിട്ടിയത്. ആശുപത്രി സൂപ്രണ്ടിനും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും വീട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. TCV പുതുക്കാട്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഗുരുതര ചികിത്സാ പിഴവ് സംഭവിച്ചതായി പരാതി. ഇതേ തുടർന്ന് സൂപ്രണ്ടിന് പരാതി നൽകിയതായി മണലിത്ര സ്വദേശി കണ്ടമാട്ടിൽ അനീഷ് പറഞ്ഞു. കഴിഞ്ഞ മാർച്ച് 30-ന് അനീഷിന്റെ വാഹനത്തിൽ സഹോദരി ഭർത്താവ് എടപ്പാൾ സ്വദേശി കാഞ്ഞിരപ്പറമ്പിൽ പ്രവീണുമായി സഞ്ചരിക്കവേ പാർലിക്കാട് വെച്ച് വാഹന നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ചു. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ പ്രവീണുമായി നാട്ടുകാർ ചേർന്ന മെഡിക്കൽ കോളേജിലെത്തിച്ചു. പിറകെ ചെന്നിരുന്ന അനീഷും സഹായികളും എത്തുന്നതുവരെ വൈദ്യസഹായങ്ങൾ നൽകാതെ പ്രവീണിനെ കിടത്തി. പിന്നീട് എക്സ്റേ, CT സ്കാൻ, മറ്റ് ടെസ്റ്റുകൾ എന്നിവയിൽ രോഗിയുടെ ഒരു കാലിന്റെ എല്ല് പൊട്ടിയിട്ടുണ്ടെന്നും മറ്റ് പ്രശ്നങ്ങളില്ലാത്തതിനാൽ അടുത്ത ദിവസം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നുമുള്ള തെറ്റായ വിവരങ്ങളാണ് ഡ്യൂട്ടി ഡോക്ടർ നൽകിയത്. ഒരു കാലിൽ പ്ലാസ്റ്റർ ഇട്ട് രാത്രി മുഴുവനും പിറ്റേ ദിവസം രാവിലെയും ഗുരുതര പരിക്കേറ്റ രോഗിയെ അത്യാഹിത വിഭാഗം വരാന്തയിൽ കിടത്തി. പിന്നീട് രോഗി പാനിക്കായി ഓരോന്ന് പറയുന്നുവെന്നും വീട്ടിൽ പോയി വിശ്രമിച്ചാൽ മതിയെന്നും ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞു. അവര് പ്രാഥമിക അടിസ്ഥാനത്തിൽ നടത്തേണ്ട എല്ലാ ടെസ്റ്റുകളും എടുത്തതിന് ശേഷം അവിടുന്ന് ഡോക്ടർമാർ തന്ന റിപ്പോർട്ട് അനുസരിച്ച് ആകെ ആളൊരു കാലിനൊരു ഒടിവ് മാത്രമേ ഉള്ളൂ എന്നാണ് റിപ്പോർട്ട് തന്നത്. 31-ാം തീയതി രാവിലെ ഡോക്ടർ പറഞ്ഞത് ഒരു കുഴപ്പമില്ല, ഡിസ്ചാർജ് ചെയ്ത് നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോളൂ, വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്താൽ മതി. ആള് പാനിക്കായിട്ട് പേടിച്ചുകൊണ്ട് പറയുന്നതാണെന്ന് പറഞ്ഞു. എന്തൊരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന രീതിയിൽ ഞാൻ ജൂബിലി മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തെ മാറ്റുകയും അവിടെ എടുത്ത ടെസ്റ്റുകളിൽ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ 11 വാരിയലുകളാണ് പൊട്ടിയിരുന്നത്. 11 വാരിയല് പൊട്ടിയിട്ട് ലെൻസിന് നല്ല ചതവും ഗ്രേഡ് 2 ഇഞ്ചറി കിഡ്നിക്കും ഉണ്ടായിരുന്ന വ്യക്തിയെ ആ ഒരു ദിവസം രാത്രി അങ്ങനെ ഇട്ടു. ഫ്ലൂയിഡും അതേപോലെ തന്നെ ഇന്റർണൽ ബ്ലീഡിങ്ങും ലെൻസിലേക്ക് നിറഞ്ഞുകൊണ്ട് ഗുരുതരമായിട്ട് ആരോഗ്യ പ്രശ്നത്തിലേക്ക് ആൾ പോയി. അതായത് ജീവൻ തന്നെ നഷ്ടപ്പെടാവുന്ന രീതിയിലേക്ക് പോയി. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലെടുത്ത ചെസ്റ്റ് എക്സ്റേയിലാണ് 11 വാരിയെല്ലുകൾ പൊട്ടിയിട്ടുണ്ടെന്നും ഉള്ളിൽ രക്തസ്രാവമുണ്ടെന്നും കഴുത്തെല്ല്, നട്ടെല്ല്, തോളെല്ല് എന്നിവയ്ക്ക് പൊട്ടലുകളുണ്ടെന്നും കണ്ടെത്തിയത്. ടെസ്റ്റുകളിൽ ഗുരുതര പരിക്കുകൾ കണ്ടെത്തിയ രോഗി ഇപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ശ്വസിക്കുന്നത്. സംഭവത്തിൽ നിയമപരമായ വകുപ്പ് തല അന്വേഷണം വേണമെന്നും കോടതിയിൽ നിയമപരമായി കേസ് ഫയൽ ചെയ്യാനും ആലോചിക്കുന്നതായി അനീഷ് പറഞ്ഞു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർ നേരിടുന്ന ദുരനുഭവങ്ങൾ സംബന്ധിച്ച പരാതിയിൽ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. കൊച്ചി സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ K. ഗോവിന്ദൻ നമ്പൂതിരി നൽകിയ പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. ദർശനം ലഭിക്കുന്നതിലെ കാലതാമസം, ക്യൂ നിയന്ത്രണത്തിലെ അപാകതകൾ എന്നിവ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ദേവസ്വം ജീവനക്കാർ വളരെ മോശമായാണ് ഭക്തരോട് ഇടപെടുന്നതെന്നും പരാതിയിൽ പറയുന്നു. ജില്ലാ കളക്ടർ, പോലീസ് കമ്മീഷണർ എന്നിവർക്ക് മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്. നടപടി സ്വീകരിച്ച റിപ്പോർട്ട് 4 ആഴ്ചയ്ക്കകം സമർപ്പിക്കണമെന്നാണ് കമ്മീഷൻ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്.
ഗുരുവായൂർ KSRTC ബസ് സ്റ്റാൻഡ് നവീകരണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. NK അക്ബർ MLAയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മന്ത്രി ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകിയത്. നവീകരണ പ്രവൃത്തികൾക്കായി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ചിട്ടുണ്ട്. ഗുരുവായൂരിൽ വഴിപാടായി സമർപ്പിച്ച ബഹുനില ഡോർമിറ്ററി ശുചിമുറി മന്ദിരം ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഭക്തർക്ക് തുറന്നു നൽകിയില്ല. വിശ്രമിക്കാനും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനും നിർവാഹമില്ലാതെ ഭക്തർ നട്ടം തിരിയുമ്പോഴാണ് ദേവസ്വത്തിന്റെ അനാസ്ഥ. ദിനംപ്രതി ആയിരങ്ങളെത്തുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് അല്പനേരമൊന്ന് വിശ്രമിക്കണമെങ്കിലോ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കണമെങ്കിലോ അല്പം ബുദ്ധിമുട്ടാണ്. ഈ സാഹചര്യത്തിലാണ് ഗുരുവായൂരപ്പ ഭക്തനായ മുംബൈ വ്യവസായി സുന്ദര അയ്യർ 5 കോടിയോളം രൂപ ചെലവിട്ട് തെക്കേനടയിൽ ഡോർമിറ്ററി ശുചിമുറി മന്ദിരം നിർമ്മിച്ചു നൽകിയത്. ആധുനിക രീതിയിലുള്ള ശുചിമുറികൾ, വിശ്രമിക്കാനുള്ള ഇടം, ഭക്തരുടെ ബാഗുകളും മറ്റ് സാധനങ്ങളും സൂക്ഷിക്കാൻ ആവശ്യമായ ലോക്കറുകൾ തുടങ്ങിയ സൗകര്യങ്ങളാണ് മന്ദിരത്തിലുള്ളത്. ലിഫ്റ്റ് സൗകര്യത്തോടെ 3 നിലകളിലായി പണിതിട്ടുള്ള മന്ദിരം കഴിഞ്ഞ ഏപ്രിൽ 5-ന് മന്ത്രി K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തിരുന്നു. ഏപ്രിൽ 5-ന് സുന്ദരയ്യരും കുടുംബവും മന്ദിരത്തിന്റെ താക്കോൽ ദേവസ്വത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് പൂട്ടിയ മന്ദിരം 3 മാസത്തോളമായിട്ടും ഭക്തർക്ക് തുറന്നു നൽകിയിട്ടില്ല. സൗകര്യങ്ങൾ പൂർത്തിയാകാത്തതാണ് മന്ദിരം തുറന്നു നൽകാൻ വൈകുന്നതെന്നാണ് ദേവസ്വം അധികൃതർ പറയുന്നത്. എന്നാൽ നടത്തിപ്പ് സംബന്ധിച്ച ആശയക്കുഴപ്പമാണ് മന്ദിരം തുറന്നു നൽകാൻ കാലതാമസമെന്നാണ് ഭക്തരുടെ ആരോപണം. അവധിക്കാലവും വൈശാഖ മാസവുമായതിനാൽ ക്ഷേത്രത്തിൽ ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മന്ദിരം തുറന്നു നൽകിയാൽ ഭക്തർക്ക് വലിയ ആശ്വാസമാകും. അനാസ്ഥ കൈവെടിഞ്ഞ് മന്ദിരം എത്രയും പെട്ടെന്ന് തുറന്നു നൽകണമെന്നാണ് ഭക്തരുടെ ആവശ്യം. TCV ഗുരുവായൂർ. പുത്തൂർ തുളിയാംകുന്ന് നേന്ത്രവാഴ കർഷകനോട് KSEBയുടെ ക്രൂരത. പുത്തൂർ തോണിപ്പാറ സ്വദേശി വെളിയത്ത് പറമ്പിൽ ഷൈജന്റെ 6 മാസം പ്രായമായ നേന്ത്രവാഴകളുടെ തണ്ടുകളാണ് വെട്ടിമാറ്റിയത്. വൈദ്യുതി ലൈന് തടസ്സമില്ലാതിരിക്കാനാണ് യാതൊരു മുന്നറിയിപ്പ് പോലും കൂടാതെ 20ഓളം വാഴകളുടെ തണ്ടുകൾ വെട്ടിമാറ്റിയത്. പാട്ടത്തിനടുത്ത സ്ഥലത്താണ് ഷൈജൻ കൃഷി ചെയ്യുന്നത്. 400ഓളം വാഴകളാണ് ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്തിട്ടുള്ളത്. പാലപ്പിള്ളി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പുലിയെ നിരീക്ഷിക്കാൻ വനംവകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. പുലി ഇറങ്ങി പശുക്കുട്ടികളെ പിടികൂടിയ പ്രദേശത്താണ് അധികൃതർ ക്യാമറകൾ സ്ഥാപിച്ചത്. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് പുലിയുടെ സാന്നിധ്യം വീണ്ടും സ്ഥിരീകരിച്ചതിന് ശേഷം പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കാനാണ് വനംവകുപ്പിന്റെ ശ്രമം. ഇതിനായി കാരിക്കുളം, മുപ്പിളി, കുണ്ടായി എന്നിവിടങ്ങളിലാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. ഒരാഴ്ചക്കിടെ 3 തവണ പുലി ഇറങ്ങി 3 പശുക്കുട്ടികളെയും 1 മാനിനെയും പിടികൂടിയ പശ്ചാത്തലത്തിലാണ് വനംവകുപ്പിന്റെ നീക്കം. പ്രദേശത്ത് വെള്ളിക്കുളങ്ങര റേഞ്ചിന്റെ പരിധിയിൽ വരുന്ന കാരിക്കുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപവും കന്നാറ്റുപാടം സ്കൂളിന് സമീപത്തുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പശുക്കുട്ടിയെ പുലി പിടികൂടിയത്. കാരിക്കുളം പഴയ റേഷൻ കടയ്ക്ക് സമീപം മാനിനെയും പുലി ആക്രമിച്ചിരുന്നു. തോട്ടങ്ങളിൽ മേഞ്ഞു നടക്കുന്ന കന്നുകാലികൾ വൈകിട്ടാണ് പാടികൾക്ക് സമീപം എത്തുന്നത്. രാത്രികളിൽ കന്നുകാലികളെ പുലി ആക്രമിക്കുന്നതും പതിവാണ്. പുലിയുടെ ആക്രമണം ഭയന്ന് വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. അടച്ചുറപ്പില്ലാത്ത ഒറ്റമുറി പാടികളിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളികളും ആദിവാസികളും ഏറെയുള്ള പ്രദേശത്താണ് നിരന്തരം പുലി ഇറങ്ങുന്നത്. 2 ആഴ്ച മുൻപ് കുണ്ടായി ചൊക്കന ഭാഗത്ത് റോഡ് മുറിച്ചു കടന്ന പുലിയെ അതുവഴി വന്ന കാർ യാത്രക്കാർ കണ്ടിരുന്നു. അതേസമയം തോട്ടങ്ങളിൽ മേഞ്ഞു നടക്കുന്ന കന്നുകാലികൾ പ്രദേശത്തുണ്ടാകുന്നതാണ് പുലി ജനവാസ മേഖലയിലേക്ക് നിരന്തരം എത്താൻ കാരണമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അലഞ്ഞു നടക്കുന്ന കന്നുകാലികളെ മാറ്റി സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജോബിൻ ജോസഫ് വരന്തരപ്പള്ളി പഞ്ചായത്ത് അധികൃതർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. TCV പുതുക്കാട്. 15 വയസ്സുകാരിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗിക പീഡനം നടത്തിയ കേസിൽ 19കാരന് ജീവപര്യന്തം തടവും 4,75,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. മുല്ലശ്ശേരി ആനത്താഴത്ത് വീട്ടിൽ അതുലിനെയാണ് ചാവക്കാട് അതിവേഗ പ്രത്യേക പോക്സോ ജഡ്ജി അന്യസ്ഥയിൽ ശിക്ഷിച്ചത്. മറ്റു വകുപ്പുകളിലായി 15 വർഷം കഠിന തടവും വിധിച്ചിട്ടുണ്ട്. പിഴ അടയ്ക്കാത്ത പക്ഷം 2 വർഷം 4 മാസവും കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം. 2022 കേസിനാസ്പദമായ സംഭവം. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ എന്നിവർ കോടതിയിൽ ഹാജരായി. തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ഒല്ലൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും വിൻസെന്റ് ടി പോൾ സ്കൂൾ ഓഫ് നഴ്സിംഗിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ദേശീയ ഡെങ്കിപ്പനി ദിനാചരണം സംഘടിപ്പിച്ചു. ഒല്ലൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ജില്ലാതല ഡെങ്കിപ്പനി ദിനാചരണം ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ KN സതീഷ് ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ PA പ്രിയ അധ്യക്ഷയായിരുന്നു. ജില്ലാ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ G സന്തോഷ്, ബയോളജിസ്റ്റ് സുനിൽകുമാർ, ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ സോണിയ ജോണി തുടങ്ങിയവർ സംസാരിച്ചു.
ഭിന്നശേഷി വിദ്യാർത്ഥിക്ക് പ്രവേശനം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ കുന്നംകുളം MJD സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം MJD സ്കൂളിന് മുൻപിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പൊതുയോഗം SFI ജില്ലാ പ്രസിഡന്റ് വിഷ്ണു രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് മാളവിക അധ്യക്ഷയായിരുന്നു. ഏരിയ സെക്രട്ടറി ശ്യാംജിത്ത്, ജില്ലാ കമ്മിറ്റി അംഗം യശ്വന്ത്, വൈസ് പ്രസിഡന്റ് പ്രണവ്, ജോയിന്റ് സെക്രട്ടറി ശ്രീലക്ഷ്മി തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കുട്ടിക്ക് പ്രത്യേകം ശ്രദ്ധ നൽകാൻ കഴിയില്ലെന്നും കുട്ടിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഒപ്പം വന്ന രക്ഷിതാവിനെ ബോധ്യപ്പെടുത്തുക മാത്രമാണ് ചെയ്തതെന്നും പ്രധാനാധ്യാപകൻ പറഞ്ഞു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കുന്നംകുളം പ്രിൻസിപ്പൽ ഇൻസ്പെക്ടർ ജിഷിൽ, അഡീഷണൽ സബ് ഇൻസ്പെക്ടർ ജ്യോതി തോമസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. അഴീക്കോട് തീരത്തോട് ചേർന്ന് ചെറു മത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന ബോട്ട് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിടികൂടി. അനധികൃത മത്സ്യബന്ധനം നടത്തിയ എറണാകുളം സ്വദേശി തായാട്ടുപറമ്പിൽ നിതീഷിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ ശാസ്ത എന്ന ബോട്ടാണ് പിടിച്ചെടുത്തത്. 12 സെന്റിമീറ്ററിൽ താഴെ വലുപ്പമുള്ള 800 കിലോ കിളിമീൻ ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് ബോട്ടിലുണ്ടായിരുന്നത്. ജില്ലയിലെ തീരക്കടലിലും അഴിമുഖങ്ങളിലും വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും നടത്തിയ പ്രത്യേക കോമ്പിംഗ് ഓപ്പറേഷന്റെ ഭാഗമായാണ് ബോട്ട് പിടിച്ചെടുത്തത്. തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച് ബോട്ടിന് 2.5 ലക്ഷം രൂപ പിഴ ചുമത്തി. ബോട്ടിലുണ്ടായിരുന്ന ഉപയോഗയോഗ്യമായ മത്സ്യം ലേലം ചെയ്ത് ലഭിച്ച 70,000 രൂപ ട്രഷറിയിൽ അടയ്ക്കുകയും ചെയ്തു. പിടിച്ചെടുത്ത ചെറു മത്സ്യങ്ങളെ പിന്നീട് കടലിൽ നിക്ഷേപിച്ചു. ഫിഷറീസ് ഹാച്ചറി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സീമ, AFEO സംന ഗോപൻ എന്നിവരടങ്ങിയ പ്രത്യേക പട്രോളിംഗ് സംഘമാണ് അനധികൃത മത്സ്യബന്ധനം പിടികൂടിയത്. വൈശാഖ മാസത്തിലെ 30 വ്യാഴാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. നിർമ്മാല്യ ദർശനത്തിനായി നട തുറന്നത് മുതൽ ഭക്തരുടെ നീണ്ട നിരയായിരുന്നു. തിരക്ക് കണക്കിലെടുത്ത് ഭക്തരെ കൊടിമരം വഴി കയറ്റിവിട്ടു. ശയന പ്രദക്ഷിണത്തിനും ചുറ്റമ്പല ദർശനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി. ഉച്ചപൂജ കഴിഞ്ഞ് നടയടയ്ക്കാൻ 2.5 മണിക്കൂർ വൈകി. തിരക്കേറിയതോടെ വരി നിൽക്കാതെ ദർശനം നടത്താൻ നെയ്വിളക്ക് ഷീട്ടാക്കാനും തിരക്കായി. 60 വിവാഹങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ നടന്നു. പുതുക്കാട് സെന്ററിലെ അനധികൃത കയ്യേറ്റങ്ങൾ പൊളിച്ചു നീക്കാൻ നടപടി ആരംഭിച്ചു. ദേശീയപാത വികസനത്തിനായി ഏറ്റെടുത്ത സ്ഥലം കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയവയാണ് പൊളിച്ചു നീക്കാൻ പഞ്ചായത്ത് നിർദ്ദേശം നൽകിയത്. അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പുതുക്കാട് സെന്ററിലെ കയ്യേറ്റങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പുതുക്കാട് പഞ്ചായത്ത്, ദേശീയപാത അതോറിറ്റി, പൊതുമരാമത്ത് വകുപ്പ് എന്നിവർ സംയുക്തമായാണ് പരിശോധന നടത്തിയത്. പുതുക്കാട് സെന്ററിലെ ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന തട്ടുകടകളാണ് അനധികൃതമായി കയ്യേറ്റം നടത്തിയിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവയെല്ലാം പൊളിച്ചു നീക്കാനാണ് നിർദ്ദേശം. പുതുക്കാട് പഞ്ചായത്ത് പരിധിയിൽ അനധികൃതമായി സ്ഥാപിച്ച ബോർഡുകളും ബാനറുകളും കൊടിതോരണങ്ങളും അധികൃതർ നീക്കം ചെയ്തു. തിരക്കേറിയ പുതുക്കാട് സെന്ററിലെ കയ്യേറ്റങ്ങൾ എത്രയും വേഗം പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ എടുക്കുമെന്ന് സ്ഥലത്തെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് പറഞ്ഞു. ഇവിടെ 2 സ്ഥലങ്ങളിലും ആമ്പല്ലൂരിലുണ്ട്, അതുപോലെ തന്നെ പുതുക്കാടും ഓവർ ബ്രിഡ്ജുകൾ വരാനുള്ള തീരുമാനമായിട്ടുണ്ട്. ആമ്പല്ലൂരിൽ മരമൊക്കെ മുറിച്ച് അതിൻ്റെ പണികൾ കോൺട്രാക്ടർ എടുത്തുകൊണ്ട് നടപടികളിലേക്ക് പോവുകയും പുതുക്കാട് അതിൻ്റെ നടപടി തുടങ്ങിക്കഴിയുകയാണ് ചെയ്തിട്ടുള്ളത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർ കഴിഞ്ഞ മീറ്റിങ്ങിൽ ഈ വിവരങ്ങളെല്ലാം പഞ്ചായത്തിനെ അതുപോലെ തന്നെ ഈ കമ്മിറ്റിയെയും അറിയിക്കേണ്ടായി. അപ്പോൾ എന്തായാലും ഇവിടെ ഇത്രമാത്രം ഇങ്ങനെ എൻക്രോച്ച് ചെയ്തിരിക്കുന്ന ഒരു കാരണത്താലും തുടരാൻ സാധ്യമല്ല. അപ്പോൾ അത് നിർബന്ധമായിട്ടും മാറ്റണം, ഈ അപകടങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം. പഞ്ചായത്ത് സെക്രട്ടറി ഉമാ ഉണ്ണികൃഷ്ണൻ, ജൂനിയർ സൂപ്രണ്ട് MK വിജയൻ, ദേശീയപാത അതോറിറ്റി പ്രതിനിധികളായ ചിദംബരം രാജഗോപാൽ, പൊതുമരാമത്ത് വകുപ്പ് ഓവർസിയർ ER ലിജി എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. അനധികൃതമായി ബോർഡുകൾ സ്ഥാപിച്ചവരിൽ നിന്ന് പിഴയും ചുമത്തി. TCV പുതുക്കാട്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലും കാറ്റിലും മുണ്ടത്തിക്കോട് കരിമ്പന കടപുഴകി വീണ് വീടിന്റെ പുറകുവശം തകർന്നു. കോട്ടയിൽ പ്രാമയുടെ വീടാണ് തകർന്നത്. വീട്ടുപകരണങ്ങൾക്കും കേടുപറ്റിയിട്ടുണ്ട്. വീട്ടുകാരെ കൗൺസിലറുടെ നേതൃത്വത്തിൽ സമീപത്തെ വീട്ടിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഗുരുവായൂർ മാവിൻചുവട് KSRTC ബസും മിനി ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് 17 പേർക്ക് പരിക്കേറ്റു. ആരുടെയും നില ഗുരുതരമല്ല. KSRTC ഡ്രൈവർ പിറവം സ്വദേശി വാണിനിരപ്പിൽ അഭിലാഷ്, കണ്ടക്ടർ പിറവം കൊട്ടപ്പുരയിടത്തിൽ അനു, ടൂറിസ്റ്റ് ബസ് ഡ്രൈവർ ആലപ്പുഴ സ്വദേശി ജിതിൻ, ബസ്സിലെ യാത്രക്കാരും ചേർത്തല സ്വദേശികളുമായ ആലക്കുന്ന് കോളനിയിൽ ശിശിര, ലാലൻ, രതീഷ്, മിഥുൻ, സുനിത, ശ്യാം, സുജാത, ആർദ്ര, ശ്രീഹരി, നാജിമോൻ, വിദ്യ, വിവി, നാസില, ശ്രീഹരി എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ആലപ്പുഴയിൽ നിന്ന് പഴയനിയിലേക്ക് പോകും വഴി ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പോവുകയായിരുന്ന മിനി ടൂറിസ്റ്റ് ബസും തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് വരികയായിരുന്ന KSRTC സൂപ്പർ ഫാസ്റ്റുമാണ് കൂട്ടിയിടിച്ചത്.
മുന്നിൽ പോവുകയായിരുന്ന ഓട്ടോറിക്ഷ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതോടെ വലതുവശത്തേക്ക് തിരിച്ച ഉടൻ മിനി ബസ്സിൽ ഇടിക്കുകയായിരുന്നുവെന്ന് KSRTCയുടെ ഡ്രൈവർ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ ഇരു ബസ്സുകളുടെയും മുൻവശം ഭാഗികമായി തകർന്നു. അപകടത്തെ തുടർന്ന് ഗുരുവായൂർ തൃശൂർ റൂട്ടിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഇരിങ്ങാലക്കുടയിൽ നിയന്ത്രണം വിട്ട കാർ ചായക്കടയിലേക്ക് ഇടിച്ചു കയറി. പൂതക്കുളം ജംഗ്ഷന് സമീപത്തുള്ള ഇരിങ്ങാലക്കുട സ്വദേശി ഉണ്ണിയുടെ ഉടമസ്ഥതയിലുള്ള ടീ സ്പോട്ട് എന്ന കടയിലേക്കാണ് പുത്തൻതോട് സ്വദേശി വിപിൻ ഓടിച്ചിരുന്ന കാർ ഇടിച്ചു കയറിയത്. കടയിലുള്ളവർ ഓടി മാറിയെങ്കിലും ടീ മാസ്റ്റർ കൃഷ്ണന് പരിക്കേറ്റു. കടയുടെ മുൻവശത്തുള്ള ചില്ലുകളും തകർന്നു. സമീപത്തെ പറപ്പൂക്കര സ്വദേശി ഔസേപ്പിന്റെ കടയുടെ മുൻവശവും തകർന്നിട്ടുണ്ട്. ഇരിങ്ങാലക്കുട പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കാർ ഓടിച്ച് പഠിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചതെന്നാണ് പ്രാഥമിക വിവരം. ചൊവ്വന്നൂർ ഗുഹയ്ക്ക് സമീപം യാത്രക്കാരെ കയറ്റാൻ നിർത്തിയ സ്വകാര്യ ബസ്സിന് പുറകിൽ മിനി വാൻ ഇടിച്ച അപകടം. അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. മരത്തംകോട് സ്വദേശി ശേഖരത്ത് വീട്ടിൽ അനിലിനാണ് പരിക്കേറ്റത്. വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ജോഷിമോൻ ബസിന്റെ പുറകിൽ ഒമിനി വാൻ ഇടിക്കുകയായിരുന്നു. സ്വകാര്യ ബസ് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ യാത്രക്കാരെ കയറ്റുന്നതിനായി നിർത്തിയ സമയത്താണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഒമിനി വാനിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. വാനിന്റെ മുൻവശം വെട്ടിപ്പൊളിച്ചാണ് പരിക്കേറ്റയാളെ പുറത്തെടുത്തത്. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. കുന്നംകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തിയിരുന്നു. അതിരപ്പള്ളി വെറ്റിലപ്പാറയിലെ തോട്ടിൽ ചിങ്കണ്ണി കുഞ്ഞുങ്ങളെ കണ്ടെത്തി. വെറ്റിലപ്പാറ 13 ജംഗ്ഷന് സമീപം തോട്ടിലൂടെയാണ് ചിങ്കണ്ണി കുഞ്ഞുങ്ങളെത്തിയത്. ഒരെണ്ണം സമീപത്തെ വീടിനടുത്തും വന്നു. തോട്ടിൽ കുളിക്കാനെത്തിയ സ്ത്രീകളാണ് ചിങ്കണ്ണികളെ കണ്ടത്. പോർക്കുളം പഞ്ചായത്തിനെയും കുന്നംകുളം നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന വെട്ടിക്കടവ് പാലത്തിന് സമീപം റോഡരികിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാത്തത് അപകട ഭീഷണിയാകുന്നു. മങ്ങാട് മുതൽ കീഴൂർ വരെയുള്ള റോഡ് 2 വർഷം മുൻപ് ആധുനിക രീതിയിൽ നവീകരിച്ചിരുന്നു. പാലത്തിന് സമീപം റോഡരികിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരുന്നെങ്കിലും നടപ്പിലായില്ല. മഴക്കാലത്ത് റോഡിന് ഇരുവശവും വെള്ളം നിറയുക പതിവാണ്. വീതി കുറഞ്ഞ പാലം റോഡിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ അപകടം ഉണ്ടാകുന്ന പേടിയിലാണ് നാട്ടുകാർ. ഇരുവശത്തും പാഴ്പുല്ലുകൾ നിറഞ്ഞതോടെ റോഡിന്റെ വശം കാണാൻ കഴിയാത്ത നിലയിലാണ്. പാലം റോഡിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച അപകട ഭീഷണി ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മാലിന്യമുക്തം പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത്. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും മാലിന്യം നിക്ഷേപിക്കുന്നതിനായി വൃത്തി ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കും. 18 വാർഡുകളിലെയും പൊതുസ്ഥലങ്ങൾ, പ്രധാന സെന്ററുകൾ, പൊതുസ്ഥാപനങ്ങൾ, സർക്കാർ വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിലാണ് ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുന്നത്. പഞ്ചായത്തിന്റെയും ശുചിത്വ മിഷന്റെയും ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരു ബോട്ടിൽ ബൂത്തിന് 10,000 രൂപയാണ് ചിലവ്. ഇത്തരത്തിൽ 100 ബോട്ടിൽ ബൂത്തുകൾ ആദ്യഘട്ടത്തിൽ സ്ഥാപിക്കും. എല്ലാ മാസവും ഹരിത കർമ്മസേന അംഗങ്ങളെത്തി മാലിന്യം ശേഖരിക്കും. 14ാമത് CT ബിജു രക്തസാക്ഷി ദിനത്തിൽ ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന റാലിയും അനുസ്മരണ പൊതുയോഗവും സംഘടിപ്പിച്ചു. കുമ്പളങ്ങാട് സെന്ററിൽ നിന്ന് ആരംഭിച്ച യുവജന റാലിയിൽ 100 കണക്കിന് പേർ അണിനിരന്നു. സ്മൃതി മണ്ഡപത്തിൽ AA റഹീം MPയും സേവ്യർ ചിറ്റിലപ്പള്ളി MLAയും പുഷ്പചക്രം സമർപ്പിച്ചു. അനുസ്മരണ പൊതുയോഗം ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീം MP ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് KR പ്രശാന്ത് അധ്യക്ഷനായിരുന്നു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ്, ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ, സേവ്യർ ചിറ്റിലപ്പള്ളി MLA PN സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളുകൾ തുറക്കുന്നതിന്റെ ഭാഗമായി ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിൽ വിദ്യാർത്ഥികൾക്ക് നോട്ട് ബുക്ക് വിതരണം നടത്തി. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഹോസ്പിറ്റലിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി തൃശൂരിലും വടക്കാഞ്ചേരി, ഗുരുവായൂർ ബ്രാഞ്ചുകളിലും നോട്ട് ബുക്ക് വിതരണം നടന്നു. തൃശൂരിൽ ഡോക്ടർ ശോഭ രമേഷും, വടക്കാഞ്ചേരിയിൽ ഡോക്ടർ ഡെറിനും, ഗുരുവായൂരിൽ ഡോക്ടർ അമ്പിളിയും പുസ്തക വിതരണം നിർവഹിച്ചു. 500 കുട്ടികൾക്ക് നോട്ട് ബുക്കുകൾ വിതരണം ചെയ്തു. നേത്ര സംരക്ഷണ രംഗത്ത് നൂതന ചികിത്സാ സംവിധാനങ്ങളോടെ മുന്നേറുകയാണ് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ. ഗ്ലോക്കോമ, തിമിരം, ഒക്കിലോപ്ലാസ്റ്റി സർജറി, സർജിക്കൽ റെറ്റിന, കണ്ണട ഒഴിവാക്കാനുള്ള ലാസിക് കോണ്ടൂറ വിഷൻ ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെന്റുകളും ഇവിടെ ലഭ്യമാണ്. തെങ്ങ് മറിഞ്ഞു വീണ് തൊഴിലാളി മരിച്ചു. 3 മുറി 9 കലങ്ങോല വീട്ടിൽ 62 വയസ്സുള്ള ജോസാണ് മരിച്ചത്. 9 സ്വകാര്യ പറമ്പിൽ തെങ്ങ് മുറിക്കുന്നതിനിടയിലാണ് അപകടം. അപകടം പറ്റിയ ഉടൻ സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വെള്ളിക്കുളങ്ങര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു.
നടൻ മാള അരവിന്ദന്റെ 9ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അരവിന്ദ സ്മരണ സംഘടിപ്പിക്കും. മാള അരവിന്ദൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച മാള പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. സംഗീത സംവിധായകൻ അനിൽ മാളയെ ചലച്ചിത്ര നടൻ ഇന്ദ്രൻസ് ആദരിക്കും. ഫൗണ്ടേഷൻ ഭാരവാഹികളായ ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ, ഷാൻഡി ജോസഫ് തട്ടകത്ത്, കിഷോർ അരവിന്ദ്, PU വിൽസൺ, ഡേവിസ് പാറക്കാട്ട്, ക്ലിഫി കളപ്പറമ്പത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CPM ബ്രഹ്മകുളം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. അനുമോദന യോഗം CPM ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് സെക്രട്ടറി TC ശ്രീജിത്ത് അധ്യക്ഷനായിരുന്നു. BR സന്തോഷ്, ശ്രീബിത ഷാജി, VK മോഹനൻ, ആഷ്മി ഷാജു എന്നിവർ സംസാരിച്ചു. P. ഭാസ്കരന്റെ സ്മരണാർത്ഥം തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജൂൺ 1-ന് കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിക്കുന്ന ഭാസ്കര സ്മൃതിയുടെ സംഘാടക സമിതി രൂപീകരിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം PN ദേവി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ഖാദർ പട്ടേപ്പാടം, മുസ്താഖ് അലി, MS മോഹൻദാസ്, UK സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കെത്തിയ 5 വയസ്സുകാരന് മരുന്ന് മാറി നൽകിയതായി പരാതി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഗുരുതര ചികിത്സാ പിഴവ് സംഭവിച്ചതായി ആക്ഷേപം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർ നേരിടുന്ന ദുരനുഭവങ്ങൾ സംബന്ധിച്ച പരാതിയിൽ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഗുരുവായൂർ KSRTC ബസ് സ്റ്റാൻഡ് നവീകരണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. ഗുരുവായൂരിൽ ബഹുനില ഡോർമിറ്ററി ശുചിമുറി മന്ദിരം ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഭക്തർക്ക് തുറന്നു നൽകിയില്ല. വിശ്രമിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനും നിർവാഹമില്ലാതെ ഭക്തർ നട്ടം തിരിയുമ്പോഴാണ് ദേവസ്വത്തിന്റെ അനാസ്ഥ. പുത്തൂർ തുള്ളിയാംകുന്ന് നേന്ത്രവാഴ കർഷകരോട് KSEBയുടെ ക്രൂരത. വെളിയത്ത് പറമ്പിൽ ഷൈജന്റെ 6 മാസം പ്രായമായ നേന്ത്രവാഴകളുടെ തണ്ടുകൾ വെട്ടിമാറ്റി. പാലപ്പിള്ളി ജനവാസ മേഖലയിൽ പുലിയെ നിരീക്ഷിക്കാൻ വനവകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. പുലിയിറങ്ങി പശുക്കുട്ടികളെ പിടികൂടിയ പ്രദേശത്താണ് അധികൃതർ ക്യാമറകൾ സ്ഥാപിച്ചത്. 15 വയസ്സുകാരിയെ വീട്ടിൽ അതിക്രമിച്ച് കയറി ലൈംഗികമായി പീഡിപ്പിച്ച 19-കാരന് ജീവപര്യന്തം തടവും 4,75,000 രൂപ പിഴയും ശിക്ഷ. മുല്ലശ്ശേരി സ്വദേശി അതുലിനെയാണ് ചാവക്കാട് അതിവേഗ പ്രത്യേക പോക്സോ കോടതി ശിക്ഷിച്ചത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.